അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക അല്ലത്തി ഹീലത്തി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വളരെ പവിത്രമായ ഒരു മാസത്തിലേക്ക് ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ നാം പ്രവേശിക്കുകയാണ്. കേരളീയരായ നമുക്ക് ഈ വർഷത്തെ ദുൽഹിജ്ജ 1 നാളെ അഥവാ തിങ്കളാഴ്ച അസ്തമിച്ച് ഉള്ള രാവാണ്. ചൊവ്വാഴ്ചയുടെ രാവ് തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച പകൽ നമുക്ക് ദുൽഹിജ്ജ 1 അതിൻ്റെ രാവ് തിങ്കളാഴ്ച അസ്തമിച്ചതുമാണ്. അങ്ങനെ വരുമ്പോൾ ബലിപെരുന്നാൾ നമുക്ക് 28 വ്യാഴാഴ്ചയായിരിക്കും ബലിപെരുന്നാൾ. അല്ലാഹു തആല അവൻ്റെ പൊരുത്തത്തിലായി എല്ലാ ആഘോഷങ്ങളും നന്മകളും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം അത് വളരെ പവിത്രത നിറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അഷ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ ആ 10 രാത്രികൾ ഏതാണ് എന്നുള്ള വിഷയത്തിൽ മുഫസ്സിറുകൾ അഭിപ്രായങ്ങൾ നിരവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും ദുൽഹിജ്ജ 10 ദിവസമാണ്, 10 രാത്രിയാണ്, ആ 10 ദിവസത്തെക്കുറിച്ചാണ്, 10 രാവുകളെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവുകൾക്ക് പ്രത്യേകത ഉണ്ടാകും, അതിൻ്റെ പകലുകൾക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ. മാത്രമല്ല ദുൽഹിജ്ജ 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ളതാണ്. ദുൽഹിജ്ജ 9 അറഫ നോമ്പ് വളരെ പുണ്യമുള്ളതാണ്. 2 വർഷത്തെ പാപം പൊറുക്കുന്ന ഒരു നോമ്പാണ്. ദുൽഹിജ്ജ 8 അന്നും യോം തർവിയ അന്നും നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 10 പെരുന്നാളാണ്, അന്ന് നോമ്പെടുക്കാൻ പാടില്ല. 11, 12, 13 അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അഥവാ പെരുന്നാളിൻ്റെ അന്ന് അയ്യാമുത്ത് തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, ഈ 4 ദിവസങ്ങൾ ഉളുഹിയത്ത് കർമ്മങ്ങൾ നടത്താൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫിഹിന്ന അഹബ്ബു ഇലല്ലാഹി അദീനിന. ഈ ദിവസങ്ങൾ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ നമുക്ക് വളരെ നമ്മളോട് അല്ലാഹു തആല പ്രത്യേകമായിട്ട് ഇഷ്ടം തോന്നുന്ന ദിവസങ്ങളാണ്. ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഇവിടെ അള്ളാഹു അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ മറ്റേത് പുണ്യങ്ങൾ, ഈ ദിവസങ്ങളിലെ പുണ്യങ്ങളിൽപ്പെട്ട ഒന്ന് നിർവഹിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം, ഉളുഹിയത്ത് കർമ്മമാവട്ടെ ദിക്റുകളാവട്ടെ, ദുൽഹിജ്ജ 1 മുതൽ അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ ഉളുഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പെരുന്നാളിന് തന്നെ യൗമുൻ നഹർ എന്നൊരു പേരുണ്ട്. അറിവിൻ്റെ പെരുന്നാൾ.
ബലിപെരുന്നാൾ യൗമുൽ അദ്ഹ എന്നും പേരുണ്ട്, ഉളൂഹിയത്തിൻ്റെ പെരുന്നാൾ. ഈ ഉളൂഹിയത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയാൻ കാരണം ഇത് പെരുന്നാൾ ദിവസം അന്നത്തെ ദിവസം ഖുതുബയും നിസ്കാരവും കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പറ്റുന്ന പുണ്യങ്ങൾ ഉളൂഹിയത്ത് കർമ്മമാണ്. നബി ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, നിങ്ങൾ നിസ്കരിക്കുക, അറുക്കുകയും ചെയ്യാം. അത് ഈ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചും അറിവ് ഉളൂഹിയത്തിനെക്കുറിച്ചുമാണ് എന്നവിടെ മുഫസ്സിറുകൾ, ഇമാം ബൈലാവി ഉൾപ്പെടെയുള്ള മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കുന്നവരെ, ഉളുഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സുന്നത്തായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വൈസന്നുലി മുരീദിഹ അല്ല യുസീര ഷഹ്റഹു വല ലുഫ്രഹു ഫി അശ്രി ദുൽഹിജ്ജ ഹത്താ യുളഹി. ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കുന്നത് വരെ നഖമോ മുടിയോ നീക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഫിഖിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാം, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹി ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി. ഉളുഹിയത്ത് അറുക്കുന്നവൻ അവൻ്റെ നഖമോ മുടിയോ അവൻ നീക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.